നമസ്കാരം. എൻ്റെ പേര് സിജോ എന്നാണ്. എൻ്റെ മകന് ആൻഡ്രൂ. അവനിപ്പോൾ 6 വയസ്സ് കഴിഞ്ഞു. 7 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പം മോൻ്റെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സ്നേഹയോഗയിൽ വരുന്നത്. യാദൃച്ഛികമായിട്ടാണ് യൂട്യൂബിലുള്ള ജോബി ചോന്നമണ്ണ് എന്ന വ്ളോഗറുടെ ഒരു വാർത്ത ഞാൻ കാണുന്നത്. അതനുസരിച്ച് ഞാൻ സ്നേഹയോഗയിലെ ഈ ഫ്രാൻസിസ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നു. അപ്പോൾ എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി ഞാനവിടെ ചെന്നിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയാനായിട്ടാണ് ഞാൻ ചെന്നത്. അപ്പോൾ ഞാനും വൈഫും മോനും കൂടെയാണ് ചെന്നത്. അപ്പോൾ മോൻ്റെ കാര്യമെല്ലാം അദ്ദേഹം നോക്കിയിട്ട് ആ തെറാപ്പികൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ വീട്ടിൽ എന്നിട്ട് വന്ന് ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നു റിസൾട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത്. ഞാൻ 2020 മെയ്യിലാണ് മോൻ്റെ ഒരു സർജറി, ബ്രെയിൻ ഓപ്പൺ സർജറി ആയിരുന്നു. ആ സർജറി കഴിഞ്ഞപ്പം അവൻ്റെ റൈറ്റ് സൈഡ് കൈക്കും കാലിനും ഒരു നല്ല ബലക്ഷയമുണ്ടായി. നടക്കാനൊന്നും വയ്യാണ്ടിരിക്കുമായിരുന്നു. കാലൊന്നും അനങ്ങില്ല, സംസാരമൊക്കെ പോയിരുന്നു. തെറാപ്പി തന്നെയാണ് ബെറ്റർ. എപ്പോഴും മെഡിസിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തെറാപ്പികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. 4 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ തെറാപ്പി കൊടുക്കുന്നതാണ്. മൊത്തത്തിൽ ചലനമുണ്ട്, കുഞ്ഞ് ഓടിപ്പാഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കാൽപാദവും കൈപ്പത്തിയും ഇങ്ങനെ ഒരു ഫൈൻ മൂവ്മെൻറ്റ്സിലോട്ട് വരില്ല. പാദമൊന്നും അനങ്ങില്ലായിരുന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടാണ് ഞാൻ സ്നേഹയോഗയിൽ വന്നത്. അപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞ പോലെ തന്നെ എല്ലാം കണ്ട് എനിക്ക് തെറാപ്പിയുടെ മെത്തേഡെല്ലാം പറഞ്ഞു തന്നു. അതനുസരിച്ച് ഞാൻ വീട്ടിൽ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ കാൽപാദം മുകളിലോട്ടും താഴത്തേക്കും പതിയെ പതിയെ അനക്കുന്നൊക്കെ ഉണ്ട്. ഒരു നല്ല ഒരു ഇതാണ് റിസൾട്ടാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ ഞാനത് ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെയാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. ഇത് കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് അദ്ദേഹത്തിൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് വലിയ ഉപകാരമാകും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് തെറാപ്പികളൊന്നും മുടക്കൊന്നും വേണ്ട. അത് മെഡിസിനും അതെല്ലാം അതിൻ്റെ ഒപ്പം തന്നെ പൊക്കോട്ടെ. പക്ഷേ ഇത് ഒരു വേറിട്ടൊരു ട്രീറ്റ്മെൻറ്റാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് പോലും അതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. കാരണം വെച്ചാൽ അവർക്കത് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അത് ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആൻഡ്രൂ അത് ചെയ്യുമ്പം മടി കാണിച്ചിരുന്നു നേരത്തെ, മറ്റു ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ. ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ അവന് തെറാപ്പികൾ ചെയ്യാൻ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ ഒരു 1-2 വീഡിയോസും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഇടുന്നുണ്ട്. ഇത് കാണുക, എല്ലാവരും വിശ്വസിക്കുക. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായിട്ട് ഈ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് നല്ല ഒരു അനുഗ്രഹമായി മാറും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.